ഓൺലൈനിൽ ഇത് വന്നു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായ ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടായെന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരു കൾട്ട് ഫിലിം പോലെ മാറുകയും. അമൽ നീരദിന്റെ വർക്കുകൾ ട്രാൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഷാറുഖ് ഖാൻ്റെ കൂടെ സാറ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ എപ്പോഴത്തെയും പോസ് അതിലും നമുക്ക് ആ സോങ്ങിലെല്ലാം കാണാമായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു സിഗ്നേച്ചർ പോസ് ഓഫ് SRK നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും വരുന്ന വൺ ഓഫ് ദ ഫ്രെയിംസിൽ സാറിന്റെ ഫ്രെയിമാണ്. കുച്ചു കുച്ചു ഹോത്തായില് ഗസീബോയിൽ റെഡ് സാരിയൊക്കെ കൊടുത്ത് കജോള് അവർ ചെയ്യുന്ന മഴയത്ത് ചെയ്യുന്ന ഒരു സീനാണ്. ജുറാസിക് പാർക്കിന്റെ DOP ഗാന്ധിയുടെ പിന്നെ ഗാന്ധിയുടെ DOP ആയിട്ടുള്ള. നെറ്റ്ഫ്ലിക്സ് നിങ്ങൾ അത് ഓപ്പൺ ചെയ്ത ഒരു സിനിമ തുടങ്ങാൻ ഉള്ള സമയത്ത് അതിന്റെ ഡയറക്ടറുടെ പോലും പേര് അതിനകത്ത് വരാറില്ല. സ്കിപ്പ് ചെയ്ത് കളയുന്നല്ല. ഇല്ല, നെറ്റ്ഫ്ലിക്സ് അങ്ങനെ ചെയ്യുന്നില്ല. മൂവികൾ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴും അതേ ജോണറിലൊക്കെ വന്നിട്ടുള്ള പല മൂവികളും നമ്മൾ കാണും. അതിനെക്കുറിച്ച് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളും. പുള്ളി ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഇത് എല്ലാം ഇങ്ങനെ കണ്ടിട്ട് അവസാനം പുള്ളി പറഞ്ഞ് ഇതെല്ലാം എടുത്തുകൊണ്ട് പുറത്തോട്ട് പോവുക. ഒരു ലൈറ്റ് മാത്രം അവിടെ വെച്ചിട്ട് ആണ് ആ ഇന്റർവ്യൂ ഷൂട്ട് ചെയ്തെന്നുള്ളൊരു ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യൻ ലാംഗ്വേജിൽ ഫിലിം ചെയ്തിട്ടുണ്ട്, പിന്നെ അറബിക് ലാംഗ്വേജിൽ ഫിലിം ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ അങ്ങനെ കുറേ ലാംഗ്വേജുകളിൽ ചെയ്തിട്ടുണ്ട്. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plant നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹായ്, ഐ എം ശ്വേത പൂർണിമ. മികച്ച സിനിമകളുടെ അണിയറയിൽ പ്രവർത്തിക്കുന്ന പ്രതിഭകളുടെ വിശേഷങ്ങൾ അറിയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരാണ് ഇപ്പം നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് കളർഫുൾ സ്റ്റോറിയിൽ ഇന്ന് എൻ്റെ കൂടെയുള്ളത് അമേസിംഗ് മൂവീസ് ലൈക്ക് റൗഡി റാത്തോർ, കുച്ച് കുച്ച് ഹോത്താ ഹെ, ദേവദൂതൻ, പ്രണയവർണ്ണങ്ങളിലെ സിനിമാറ്റോഗ്രാഫർ മിസ്റ്റർ സന്തോഷ് തൊണ്ടിയിൽ സാറാണ്. ഹായ് സർ, ഹൗ ആർ യു? ഓക്കെ സാർ, ഇപ്പം ടയർഡാണോ? കുറച്ച് ഓണായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് സാറിന്റെ. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ റൂട്ട്സ് ആൻഡ് ഈ ഒരു ഗ്രേറ്റ് റീ എങ്ങനെ ഉണ്ടായി എന്നുള്ള കഥകളാണ് എനിക്ക് അറിയേണ്ടത്, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പം സാർ എപ്പോഴാണ് ഓക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സിനിമാറ്റോഗ്രാഫർ ഉണ്ട് എന്നൊക്കെ ഒന്ന് തിരിച്ചറിയുന്നത്? ഗോയിങ് ബാക്ക് ടു ദ റൂട്ട്സ്. അത് പറഞ്ഞാൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു. ഡിഗ്രി ചങ്ങനാശ്ശേരി SP കോളേജിലാണ് പഠിച്ചത്. കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ ആ കെമിസ്ട്രിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 1ാം വർഷം 2ാം വർഷമൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ നമുക്ക് മലയാളികൾക്ക് പൊതുവെ സിനിമാറ്റോഗ്രാഫിയെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഒരു അവയർനെസ് കൂടുതലുണ്ടല്ലോ. അതുപോലെ പുന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചൊക്കെ ഒരു അറിവുണ്ട്. പേപ്പറിൽ വരുന്ന വാർത്തകളൊക്കെ വായിക്കുന്നു. പിന്നെ നമ്മുടെ പല സീനിയേഴ്സായിട്ടുള്ള ടെക്നീഷ്യൻസും ഡയറക്ടേഴ്സും ഒക്കെ പുനെയിൽ നിന്ന് പഠിച്ച് വന്നവരും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പൂനെയെക്കുറിച്ച് കേട്ടു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അന്ന് ഒന്നും അറിയില്ല ശരിക്കും. അങ്ങനെ ഞാൻ ഡിഗ്രി പാസ്സാകുന്നതിന് മുമ്പ് തന്നെ അത് എഴുതി നോക്കി. അവിടെ ഡിഗ്രി വേണം നമുക്ക്, ബേസിക് ക്വാളിഫിക്കേഷൻ. അതെ അതെ, ഡിഗ്രിക്ക് ശേഷമാണ് അവരുടെ ഇത്. അപ്പോൾ ഡിഗ്രി പാസ്സാകുന്നതിന് മുമ്പ് തന്നെ എഴുതി. ആ വർഷം തന്നെ എന്നെ ഇൻ്റർവ്യൂവിന് അങ്ങോട്ട് വിളിച്ചു. റിട്ടേൺ ടെസ്റ്റ് പാസ്സായി. 2 പാർട്ടാണ് ഇതിന്. ഒന്ന് റിട്ടേൺ ടെസ്റ്റും, 2 അവിടെ ഓറിയൻറ്റേഷൻ കോഴ്സ് ആൻഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞൊരു സംഭവം. പൂനെ പോകണം. അപ്പോൾ അങ്ങനെ ഞാൻ പൂനെയിൽ ചെന്നു. എനിക്ക് അഡ്മിഷൻ കിട്ടിയാലും എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ ഞാൻ പോയി. അങ്ങനെ ചെന്നപ്പോൾ അവിടെ സെലക്റ്റഡ് ആയൊന്നുമില്ല. പക്ഷെ എന്നാലും അവിടെ പുന ഇൻസ്റ്റിറ്റ്യൂട്ടും പരിസരങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാലും ഇത് തന്നെ മതി എന്ന് നമുക്ക് തീരുമാനിക്കും. വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ ഞാൻ സാറിനെ പറ്റി ഇങ്ങനെ പഠിക്കാൻ ശ്രമിച്ച സമയത്ത് സാർ ഓസ്കർ വിന്നിങ് ആർട്ടിസ്റ്റൊക്കെ സാറിനെ DOPs ഒക്കെ സാറിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് റിനോൺഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ സാർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് സാർ എന്തൊക്കെയാണ് അപ്പം പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യം? ഓസ്കാർ വിന്നിങ് DOPസിനോട് വർക്ക് ചെയ്യുന്ന പറയാൻ 2 പേരായിരുന്നു. ഒന്ന് ജുറാസിക് പാർക്കിന്റെ DOP ആയിരുന്നു, പിന്നെ ഗാന്ധിയുടെ DOP ആയിരുന്നു. അത് ഞങ്ങളുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലാസ്റ്റ് ഇയറിൽ അവിടുന്ന് ഒരു സ്കോളർഷിപ്പ് പോലെ ഒരു സംവിധാനമുണ്ട്. അതിനകത്ത് എന്നെ ആ ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു യൂറോപ്യൻ സ്റ്റുഡൻസ് സെമിനാർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അതിന് വേണ്ടി വിട്ടതാണ്. അവിടെ ഒരു 2-3 ആഴ്ച അവിടെ യൂറോപ്പിൽ നിന്നുള്ള സ്റ്റുഡൻസും പിന്നെ ഇവരൊക്കെ ആയിട്ടുള്ള വർക്ക്ഷോപ്പും കാര്യങ്ങളും ആയിട്ട് നടക്കുകയായിരുന്നു. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത്രയും ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആൾക്കാരും സ്റ്റുഡൻസും ഈ ടീച്ചേഴ്സും അവരുടെ ഒരു
എക്സ്പീരിയൻസ് ഷെയറിങ്ങും ട്രെയിനിങ് എല്ലാം കൂടെ ഒരു എക്സ്പോഷർ, വലിയൊരു എക്സ്പോഷർ ആയിരുന്നു. അതെ, ഓക്കെ, ഓൾറൈറ്റ്. അപ്പം ബീയിങ് എ മലയാളി, എനിക്ക് സാറിനെ പറ്റി ഞാനിത് അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ദേവദൂതൻ എന്ന് പറഞ്ഞ മൂവിയാണ് ആദ്യം തന്നെ മൈൻഡിലേക്ക് വന്നത്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദേവദൂതൻ, ഐ എം എ ഡൈ ഹാർട്ട് ഫാൻ ഓഫ് ദേവദൂതൻ. ഞാൻ സത്യം പറയാനാണെങ്കിൽ ഒരു 8-10 തവണയെങ്കിലും കണ്ടിട്ടുണ്ട്. ഞാനൊരു 1 month ബാക്ക്, ഐ എം നോട്ട് കിഡിങ്, ഞാൻ 1 month ബാക്ക് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ദേവദൂതൻ വിത്ത് 2 of my friends. They said കണ്ടിട്ടില്ല. അത് അവർ ഡൗൺലോഡ് ചെയ്ത് ഇപ്പൊ തന്നെ കാണാം, ഒരു കിടല സാധനമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ദേവദൂതൻ ഇരുത്തി കാണിച്ചത്. അപ്പം അതിന്റെ റീ റിലീസ് കാരണം എന്താണ്? എനിക്ക് ഞാൻ വളരെ ചെറുതായിരുന്നു അത് ഇറങ്ങിയ സമയത്ത്, പക്ഷെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവി. ഇപ്പം നമ്മുടെ ഡോഗ്സിന്റെ സീനാണെങ്കിൽ ചില സീൻസ് ഒക്കെ ജസ്റ്റ് ശബ്ദം മാത്രം, എന്നാൽ പോലും ആ മൂവ്മെന്റ്സും കാര്യങ്ങളും നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ബിൽഡിങ്ങും. പേടിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചാൽ പേടിപ്പിക്കുന്നുണ്ട്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല, ഒന്നും കാണിക്കുന്നില്ല. അപ്പം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വിഷ്വൽ കാഴ്ചയാണ് എനിക്ക് കിട്ടിയത്. ആൻഡ് ഓഫ് കോഴ്സ് ലാലേട്ടൻ, എൻ്റെ ചെറുപ്പം തൊട്ട് ലാലേട്ടനെ ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് മ്യൂസിക് ആസ് വെൽ ആൻഡ് എവറിത്തിങ് ജസ്റ്റ് ഇറ്റ് വാസ് എന്താ പറയാ, മൈൻഡ് ബ്ലോയിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മന്ത് കൂടെ ഞാൻ 2 പേരെ ഇരുത്തി കാണിപ്പിച്ചു. ആ ഒരു സമയത്ത് തന്നെ ഞാൻ റീ റിലീസ് നടക്കാൻ പോവാണെന്നുള്ള ന്യൂസ് ഞാൻ അറിഞ്ഞത്. സോ സർ അതിനെ പറ്റി അവെയർ ആയിരുന്നില്ലേ? ഇതിനോട് അടുത്ത വേറൊരു എക്സ്പീരിയൻസ് എൻ്റെ ഈ ഒരു മോൻ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സ്വിറ്റ്സർലൻഡിൽ ഇതിൻ്റെ ഇന്റേൺഷിപ്പിന് പോയിരിക്കുകയാണ് IT-യുടെ. അപ്പം അവിടെ വെച്ച് അവൻ കുറേ മലയാളികളെ പരിചയപ്പെട്ടു. അപ്പം ഇങ്ങനെ ഫാദർ ഇതിൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അവനുണ്ടാകുന്നതിന് മുമ്പാണ് ദേവദൂതൻ. അപ്പോൾ പുള്ളി ദേവദൂതൻ കണ്ടിട്ടില്ല. അപ്പൊ ഇവര് പറഞ്ഞു ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇവരുടെ അവരുടെ വീട്ടിലൊരു ലഞ്ചിനായിട്ടൊക്കെ പോയപ്പോൾ അവനെ അവിടെ ഇരുത്തി അവരെ ദേവദൂതൻ കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു മാസം മുന്നേ. അതെല്ലേ? ഓക്കെ ഓക്കെ. എന്നിട്ട് എന്ത് പറഞ്ഞു മോൻ? ആൾക്ക് തമാശയായിട്ടാണ് അതല്ലേ? ഓക്കെ. അപ്പം ആ ഒരു റീ റിലീസ് ഒക്കെ ആവാൻ പോവാണ് ഇനിയിപ്പം. ഇതിന്റെ പ്രൊഡക്ഷൻ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ബാക്കി. അപ്പൊ സാർ അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അതൊരു നല്ലൊരു ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു കാര്യമായിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒത്തിരി ആൾക്കാർ കാണാതെ പോവുകയും അത്ര ശ്രദ്ധിക്കപ്പെട്ടു, പക്ഷെ സാമ്പത്തികമായിട്ട് വിജയിച്ചില്ല. പടം നല്ലതാണെന്നും ഇൻട്രസ്റ്റിംഗ് ആണെന്നും വ്യത്യസ്തമാണെന്നും ഒക്കെ ആൾക്കാർക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചൊരു ആൾക്കാരായിരുന്നു. പിന്നീട് പക്ഷേ ഈ ഓൺലൈനിൽ ഇത് വന്നു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായ ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടായെന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരു കൾട്ട് ഫിലിം പോലെ മാറുകയും അങ്ങനെ ഒരു ആൾക്കാരുടെ ഒരു ആവേശം. ഇപ്പം പേരെന്താ, ശ്വേതയെ പോലെ ഉള്ള കുറേ ആൾക്കാരുണ്ട്, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു ഇൻട്രസ്റ്റിംഗ് സിനിമയായിട്ട് തോന്നി എന്നുള്ളൊരു റെസ്പോൺസ് ഓൺലൈനിൽ മൊത്തം വന്നതോടുകൂടിയാണ് എനിക്ക് തോന്നുന്നത് സേതിക്കായും സുസാരും കൂടെ ഇത് തീരുമാനിച്ചത്. ഞാൻ വെയിറ്റിംഗ് ആണ് ഇറങ്ങാൻ വേണ്ടി. ഇത്ര തവണ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഐ റിയലി വാണ്ട് ടു വാച്ച് ഇറ്റ് ഓൺ ദി ബിഗ് സ്ക്രീൻ അഗൈൻ. ഒത്തിരി റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഇൻസ്റ്റായിലും മറ്റുമൊക്കെ ആയിട്ട്. അങ്ങനെ ഓക്കെ. അപ്പൊ ഞാൻ കുറച്ചു നാൾ മുന്നേ വിനീതേട്ടനെ, നമ്മുടെ വിനീതേട്ടനെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ഇതിനെപ്പറ്റി സംസാരിക്കണ്ടായി. അപ്പൊ പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ഡോഗ്സിന്റെ സീനൊക്കെ ആക്ച്വലി കടിയിട്ടാനൊക്കെ പോയി എന്നൊക്കെ. അപ്പം അത് ഒരുപക്ഷെ നേരിട്ട് കണ്ടിട്ടുണ്ടാകും ആയിരിക്കുമല്ലോ സാറ്. അപ്പം അതൊക്കെ കണ്ടപ്പോ ഇങ്ങനെ പേടിച്ചോ, ദൈവമേ കടിയിട്ടു എന്നാ പോലും എടുത്തേക്കാം എന്നുള്ള രീതിയിലാണോ വിചാരിച്ചിരുന്നത്? ഇല്ല, ഞാനിതൊന്നും നമ്മുടെ ശ്രദ്ധ മുഴുവൻ ക്യാമറയിലും അതിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതായതുകൊണ്ട് ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല അന്ന്. അതെ അല്ലേ? ഓക്കെ. അപ്പം അതിസുന്ദരിയായിട്ടുള്ള ജയപ്രദ മാമിനാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പൊ ഫ്രെയിമൊക്കെ വെക്കുമ്പോ ഓഫ് വാവ് എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നോ? ഫാക്ടർ ഉണ്ടായിരുന്നു. ഓൾറൈറ്റ്. ഞാനപ്പം മൂവിനെ പറ്റി ഇങ്ങനെ നോക്കിയാലും കണ്ടിട്ടുണ്ടായിരുന്നു. രേഖ മാമിനെ അതില് കാസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതപ്പം വന്ന് പോയി അപ്പം ഓക്കെ ആയിട്ട് പോയതായിരുന്നു അത്? അല്ല, എനിക്കറിയില്ല അതിനെ കുറിച്ച്. അവര് ആ ഒരു സംഭവങ്ങള് ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ശ്രമിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതിനുശേഷം പിന്നീട് ജയപ്രദയാണ് അതിലേക്ക് വന്നത്. ഓൾറൈറ്റ് ശരി. ആൻഡ് ഇപ്പം നമ്മുടെ കൊച്ച് ഹോത്തയിലാണ് ഷാറുഖ് ഖാൻ്റെ കൂടെ സാറ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളുടെ എപ്പോഴത്തെയും പോസ് അതിലും നമുക്ക് ആ സോങ്ങിലെല്ലാം കാണാമായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു സിഗ്നേച്ചർ പോസ് ഓഫ് SRK നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും വരുന്ന വൺ ഓഫ് ദ ഫ്രെയിംസിൽ സാറിന്റെ ഫ്രെയിമാണ്. ഓൾറൈറ്റ്. അപ്പൊ അന്നിങ്ങനെ എന്താ പറയാ,
സാറ് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഓക്കെ ദിസ് വിൽ ബി എല്ലാരും ഇപ്പോഴും ആലോചിക്കുന്ന ആഫ്റ്റർ 25 ഇയേഴ്സും ആലോചിക്കാൻ പോകുന്ന ഒരു ഫ്രെയിം തന്നെയായിരിക്കും ഇത് എന്ന്? അന്ന് അങ്ങനെയൊന്നും ആലോചിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് കിട്ടുന്ന റെസ്പോൺസുകളിൽ നിന്ന് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ അതായത് ഒരു 2-3 വർഷം മുന്നേ എനിക്ക് ഡൽഹിയിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. അതായത് ഡൽഹിയിലൊരു പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറിൽ നിന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ ഡെക്കേഡിലെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സീൻ, സിനിമയല്ല ഒരു സീൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കുച്ച് കുച്ച് ഹോത്തായിൽ ഗസീബോയിൽ റെഡ് സാരിയൊക്കെ കൊടുത്ത് കജോള് അവർ ചെയ്യുന്ന മഴയത്ത് ചെയ്യുന്ന ഒരു സീനാണ്, അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒക്കെ ഒത്തിരി പല രീതിയിലുള്ള റെസ്പോൺസുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരിക്കൽ ബാലി ഇന്തോനേഷ്യയിൽ ഒരു ഷൂട്ടിങ്ങിനായിട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നിട്ട് ഷൂട്ടിങ്ങിന് മുമ്പ് നമ്മൾ എത്തുമല്ലോ. അപ്പോൾ അവിടെ എത്തിയ ഒരു ദിവസം ഫ്രീ ആയിട്ട് സമയത്ത് ഞാൻ ഈവനിങ്ങിൽ അതിൽ വെറുതെ എൻ്റെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ബാലിക്കാരിയായിട്ടുള്ള കുറച്ച് സ്ത്രീകൾ, വീട്ടമ്മമാർ, ഞാനൊരു ഇന്ത്യനാന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും, അവരെൻ്റെ അടുത്ത് ചുമ്മാ ഇങ്ങനെ തമാശ പോലെ വന്നിട്ട് പറഞ്ഞു ഇന്ത്യൻ ഞാൻ പറഞ്ഞു ഇന്ത്യൻ യു നോ രാഹുൽ, ഐ സെഡ് വിച്ച് രാഹുൽ. അപ്പം പെട്ടെന്ന് എനിക്ക് ക്ലിക്കായില്ല, ഇത് രാഹുലാണ്. രാഹുൽ അഞ്ജലി. ഓക്കെ. അപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. ഭയങ്കര ഒരു കോയിൻസിഡൻസ്, സ്ട്രേഞ്ച് ആയിട്ടുള്ള അനുഭവമായിരുന്നു. കാരണം ബാലി പോലെയുള്ള ഒരു സ്ഥലത്ത് അവിടുത്തെ ആൾക്കാർ അതും എന്നോട് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സാറ് പറഞ്ഞു ഞാൻ അതാണ് എടുത്തു കൊടുത്തത് പറഞ്ഞില്ല. പറഞ്ഞില്ലേ? അത് പറയണമായിരുന്നല്ലോ. ഞാനങ്ങനെ ആരോടും ഇങ്ങനെ ഒന്നും പറയാറില്ല. അതെന്താ? അതിന്റെ ഒരു നമ്മുടെ ഒരു സാറ് 2 കാലഘട്ടത്തിലും വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതിന്റെ ട്രാൻസിഷനിലും സാറ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു എന്താ പറയാ, ഒരു ചേഞ്ച് ഓഫ് യൂസേജസ് ഓഫ് എക്യുപ്മെന്റ്സ് ഒക്കെ കണ്ടിട്ടുള്ള ആളാണ് സാറ്. അതായത് ഫിലിം പീരീഡും ഡിജിറ്റൽ പീരീഡും ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതെ അതെ, അത് ഞാൻ എൻ്റെ പകുതിയോളം സിനിമകൾ ഫിലിമിലാണ്, ബാക്കി പകുതി 50 സിനിമകളുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 25-30ഓളം ഫിലിമിലും അതിന് ശേഷമുള്ളതെല്ലാം ഡിജിറ്റലിലായിരുന്നു. ആ ഡിജിറ്റൽ വരുന്ന സമയത്ത് എല്ലാവർക്കും അതിനോട് വെറുപ്പായിരുന്നു. അതിൻ്റെ ഒരു ട്രാൻസിഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. കാരണം എക്യുപ്മെൻറ്റ്സ് അത്ര ഡെവലപ്ഡ് ആയിട്ടില്ല, ക്യാമറകൾ ഒക്കെ ടെക്നോളജി ഇവോൾവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ളൊരു ഇതിലായിരുന്നു. അതിനുശേഷം ടെക്നോളജി ഇപ്പം വളരെ സ്മൂത്തായി കാര്യങ്ങൾ. ആൾക്കാരുടെ ആണെങ്കിലും ഒരു ആദ്യം നമ്മൾ സിനിമയുമായിട്ട് കമ്പയർ ചെയ്ത് ആയിരുന്നു നമ്മുടെ പ്ലാൻ എപ്പോഴും. ഇപ്പം ആൾക്കാർ ഡിജിറ്റൽ ഇമേജസിന് അങ്ങ് യൂസ്ഡായി കഴിഞ്ഞപ്പോഴും ആൾക്കാർ കംഫർട്ടബിളായി. പക്ഷേ ഇതിനകത്ത് ഒത്തിരി അഡ്വാൻറ്റേജസും ഉണ്ട്, പല രീതിയിലുള്ള അഡ്വാൻറ്റേജസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പഴയ ടെക്നോളജി നല്ലത് തന്നെയായിരുന്നു, അതിനെ തന്നെ വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പുതിയതിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. ഇംപ്രൂവ്മെന്റ്സ് ഒത്തിരി വന്നിട്ടുണ്ട്. അതെ. അപ്പം സാർ എങ്ങനെയാണ് ലേറ്റസ്റ്റ് ട്രെൻഡ്സിനോട് ഇങ്ങനെ പാരലലി പോവാറ്? നമ്മളിത് ഒന്നാമത് ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ എക്യുപ്മെന്റ്സിന്റെ കാര്യം നമുക്ക് എപ്പോഴും അതിന്റെ ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അതുകൂടാതെ നമ്മൾ സിനിമകൾ കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു അപ്ഡേഷൻ. അങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽട്ടി വന്നിട്ടുണ്ടോ ഇങ്ങനത്തെ അപ്ഗ്രേഡ് എവറി നൗ ആൻഡ് ദെൻ വരുന്നത് കൊണ്ട്? അതൊരു ഡിഫിക്കൽട്ടി വന്നിട്ടില്ല. കാരണം നമ്മുടെ ഈ ടെക്നിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു അംശമേ ഉള്ളൂ സിനിമ മേക്കിങ്ങിലെ. ടെക്നോളജിയേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഒരു വിഷനും നമ്മുടെ ഒരു സിനിമയുടെ ഒരു വേറെ ലെവലുള്ള ഒരു ലാംഗ്വേജും നോളജും ഉണ്ടല്ലോ, അതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കാണിക്കുന്നത്. ഇപ്പം ഒരു ക്യാമറയുടെ സെറ്റിങ്സോ അതിൻ്റെ മെനുവോ അല്ല നമ്മുടെ സിനിമാറ്റോഗ്രാഫിയെ നിയന്ത്രിക്കുന്നത്. അത് ഇപ്പോൾ ഒരു അസിസ്റ്റൻറ്റിനോ അറ്റൻഡൻറ്റിനോ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും, നമ്മളത് ഓവർസീ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലും കൂടുതലായിട്ട് നമ്മൾ എങ്ങനെ സിനിമ എടുക്കണം അങ്ങനെയുള്ള ഒരു അറിവുണ്ടല്ലോ, ആ ഒരു ലാംഗ്വേജ് ആണ് ഇമ്പോർട്ടൻറ്റ്. അതെ. അപ്പം ഒരുപാട് ഇപ്പോഴത്തെ DOPsനെയൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ദേ ഗോ ഫോർ ബെസ്റ്റ് ഓർ എക്സ്പെൻസീവ് സംഭവമായിട്ടുള്ള എക്യുപ്മെന്റ്സ് വേണം എന്നാണ്. അത് നമ്മൾ ചെറുപ്പം ആദ്യമായിട്ട് ഒരു ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആദ്യകാലത്ത് നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ആവേശം ഉണ്ടാവും. പുതിയ എക്യുപ്മെന്റ്സ് വന്നാൽ അത് യൂസ് ചെയ്ത് നോക്കണം, അതെങ്ങനെയാണെന്ന് അറിയണം. അപ്പോൾ അതൊക്കെ ഒരു ആദ്യകാലത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഗോർഡൻ വില്ലിസ് എന്ന് പറഞ്ഞൊരു വലിയൊരു സിനിമാറ്റോഗ്രാഫർ ഉണ്ട് ഹോളിവുഡിൽ. ഗോഡ് ഫാദർ പോലെയുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള വളരെ റെസ്പെക്ട് ആയിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫറാണ് ഗോർഡൻ വില്ലിസ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇൻ്റർവ്യൂവിനായി ഒരു ആൾക്കാർ ചെന്നു. അപ്പം പുള്ളി റൂമിൽ ഇതുപോലെ ലിവിങ് റൂമിൽ ഇൻ്റർവ്യൂവിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്തു ഇരിക്കുമ്പോൾ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഇത് എല്ലാം ഇങ്ങനെ കണ്ടിട്ട് അവസാനം പുള്ളി പറഞ്ഞ് ഇതെല്ലാം എടുത്തുകൊണ്ട് പുറത്തോട്ട് പോവുക. ഒരു ലൈറ്റ് മാത്രം അവിടെ വെച്ചിട്ട് ആണ് ആ ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്തെന്നുള്ളൊരു ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്. ഗോർഡൻ വില്ലിസിൻ്റെ ഇൻ്റർവ്യൂ. നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിയുമ്പോൾ
ഈ എക്യുപ്മെൻസിനോടുള്ള ഒരു ആവേശം നമുക്ക് കുറയും. എക്യുപ്മെൻറ്റ്സ് എല്ലാം അത് വേണം ഇത് വേണം അങ്ങനെ വേണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാകും. ആ കോൺഫിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇത് വരില്ല. So it's not about the equipments. നെവർ. Okay. Did you have അങ്ങനത്തെ ഒരു എന്താ പറയുക നമ്മളെ എക്യുപ്മെന്റ്സ് ഒരേ എക്യുപ്മെന്റ്സിനുള്ള എല്ലാ സിനിമകളും എടുക്കുന്നത് ഓൾമോസ്റ്റ് സിമിലർ എക്യുപ്മെന്റ്സ് ആണ് ഇതെല്ലാം, ക്യാമറകളും മറ്റു ലൈറ്റ്സുകളും ഒക്കെ. എന്നിട്ടും സിനിമകൾ വ്യത്യസ്തമായി വരുന്നില്ലേ? പ്രത്യേകിച്ച് വേറെ വ്യത്യാസങ്ങൾ നമ്മൾ എടുക്കുന്ന രീതിയാണ് വ്യത്യസ്തമായിട്ട് വരുന്നത്. ഓൾറൈറ്റ്. അപ്പം സാറിന്റെ ഹോൾ കരിയറിൽ മോസ്റ്റ് റിവാർഡിംഗ് ആയിട്ട് എന്താണ് മെയിൻലി തോന്നിയിട്ടുള്ളത്? ഇപ്പം ഏത് മൂവിയാണ്? അങ്ങനെ പല മൂവിലും ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം കുച്ച് കുച്ച് ഒത്തായ ഉള്ളി, അതുപോലെ ആ സമയം തൊട്ട് അതൊരു എന്താ പറയുക നമ്മൾ ദൈവാനുഗ്രഹമായിരുന്നു വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെ ആദ്യത്തെ മൂവി തന്നെ ഇത്ര വലിയൊരു എന്താ മൈൽ സ്റ്റോൺ ഫിലിമായിട്ട് മാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതൊരു വലിയൊരു അനുഭവം തന്നെയാണ്. പിന്നെ നമ്മൾ തിയേറ്ററിലിരുന്ന് നമ്മുടെ സിനിമ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുന്ന ഒരു അനുഭവം, അത് വലിയൊരു ആൾക്കാരത് എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് വലിയ ഇൻട്രസ്റ്റിംഗ്. അവരറിയാതെ നമ്മൾ രഹസ്യമായിട്ട് അവരുടെ എല്ലാവരും നോക്കുന്നു എങ്ങനെയുണ്ട്, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതെയോ? അപ്പം ഏത് മൂവിക്കാണ് അപ്പം മെയിൻലി ഏറ്റവും അയ്യോ എനിക്കിത് അറിയാൻ ആൾക്കാർ എങ്ങനെയാണ് ഇത് എടുക്കുന്നത്? എടുക്കുന്നത് കൃഷിനൊക്കെ വളരെ അങ്ങനെയുള്ളൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. അതെ അല്ലേ? ഓക്കെ. ഒരുപാട് ടോക്ക് നമ്മൾ കേൾക്കാറുണ്ട്, അതായത് ഇപ്പം സിനിമാറ്റോഗ്രാഫേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ മൂവിയിലത്തെ ടെക്നീഷ്യൻസിന് വേണ്ടത്ര റെസ്പെക്ട് ഓർ എക്സ്പോഷർ കിട്ടുന്നില്ല എന്നുള്ളത്. അങ്ങനെ സാറിന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇപ്പം സിനിമ എടുക്കാനായിട്ട് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ബാക്കി ടെക്നീഷ്യൻസും എല്ലാം വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു മേജർ ഫ്രൂട്ട്സ് കിട്ടുന്നത് എപ്പോഴും ആക്ടേഴ്സിനാണ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. അത് അതിൻ്റെ ഒരു ഫേസ് ആയിട്ട് അവർ വരുന്നതുകൊണ്ടായിരിക്കാം, അവരുമായിട്ടാണല്ലോ ആൾക്കാർ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ ആക്ടേഴ്സിനേക്കാണെങ്കിൽ അവരാണ് ഇമോഷൻ ഓഡിയൻസിലേക്ക് ഇത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും അവർക്ക് കുറച്ചൊരു കൂടുതലായിട്ട് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തോന്നുകാറുണ്ട്. ഓക്കെ. ഇപ്പൊ ഒരു പക്ഷെ ഇത് കുറച്ചും കൂടെ മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ഒബ്സർവന്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് ഇപ്പൊ മിക്ക ആൾക്കാരും. അതുകൊണ്ട് എന്നാൽ പോലും അതിന്റെ ശതമാനം വളരെ കുറവാണ്. അപ്പം ആരും ഇപ്പം പുതിയതായിട്ടൊരു ട്രെൻഡ് എന്ന് പറയുമ്പോൾ നെറ്റ്ഫ്ലിക്സ്, നിങ്ങൾ അത് ഓപ്പൺ ചെയ്തൊരു സിനിമ തുടങ്ങാൻ ഉള്ള സമയത്ത് അതിന്റെ ഡയറക്ടറുടെ പോലും പേര് അതിനകത്ത് വരാറില്ല. സ്കിപ്പ് ചെയ്ത് കളയും നമ്മൾ. സ്കിപ്പ് ചെയ്ത് കളയുന്നല്ല, ഇല്ല, നെറ്റ്ഫ്ലിക്സ് അങ്ങനെ ചെയ്യുന്നില്ല. അത് ഇട്ടോ ഏതെങ്കിലും മൂവി ഇട്ടോ ആദ്യം അതിന്റെ ഇൻഫോ വരുമല്ലോ. ഇൻഫോ വന്നു കഴിയുമ്പോൾ ആദ്യം കാണുന്നത് നെറ്റ്ഫ്ലിക്സിന്റെ ത്രില്ലർ ഡ്രാമ എന്നുള്ള ഒരു പേരിലാണ്. ഇതൊക്കെ അവസാനം വരും. അപ്പൊ അവർ സ്കിപ്പ് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അവസാനം വരുമ്പം ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോയില്ലേ ഉള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമോ? അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, സിനിമയുടെ കോർപ്പറേറ്റൈസേഷൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പറഞ്ഞ ടെക്നീഷ്യൻസിന് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല. അവരെ ഒരു എന്താ പറയുക, ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി തരാനുള്ള ആൾക്കാരെന്നുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇതിനെ കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും അത് മെയിൻലി അവർക്ക് അവരുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ വേറൊരു ഇത് പ്രസൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതിനകത്ത് ബാക്കിയുള്ളവരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ട. വി ആർ പ്രസന്റിങ് ഡ്രാമ, വി ആർ പ്രസന്റിങ് എ ത്രില്ലർ. അത് കണ്ടതാണ്. വേറൊരു ഇപ്പോൾ ഒരു ഡയറക്ടറുടെ പേരോട് വെക്കുമ്പോൾ അവരുടെ ഒരു ബ്രാൻഡിൻ്റെ ഒരു വാല്യൂ കൂടെ കൂടുതലില്ല. അത് വേണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു അജണ്ടയുടെ ഭാഗമായിരിക്കും അവർ. പക്ഷേ ഐ ഡോണ്ട് നോ. അത് നമുക്ക് എങ്ങനെയെങ്കിലും ടാക്കിൾ ചെയ്യാൻ പറ്റുമോ ഇങ്ങനത്തെ ഒരു അവസ്ഥ? അതിന് ഒരു ഉറപ്പായിട്ടും ടാക്കിൾ ചെയ്യാൻ പറ്റും. എല്ലാവരും കൂടി ഒരുമിച്ച് ശ്രമിച്ചാലേ പറ്റുള്ളൂ. അപ്പം അത് ഉടനെ നമ്മുടെ ഇൻഡസ്ട്രി എന്തായാലും ശ്രമിക്കേണ്ടതാണ്. അതൊക്കെ ജനറൽ ഇൻഡസ്ട്രി ബോഡീസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വേണമെങ്കിൽ സ്ട്രോങ് ആയിട്ട് ആവശ്യപ്പെടാം ഇവരോട്. ഇങ്ങനെയല്ല, ഇതിൻ്റെ സിനിമ തുടങ്ങുമ്പം ചില ടൈറ്റിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നുള്ളത്. സാർ ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്, പിന്നെ ഒരുപാട് വർക്ക്സ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വർക്ക്സ് കാണുന്ന ഒരാളാണ്. അപ്പം സാറിന് അപ്പൊ ഇത്രയും എക്സ്പീരിയൻസിൽ നിന്ന് വാട്ട് ഇസ് ദാറ്റ് അനക്ഡോട്ട് ദാറ്റ് യു ഹാവ് ഗോട്ട് ഈ ഒരുപാട് വർക്ക്സിൽ നിന്ന് സാറിന്റെ ലൈഫിൽ സാർ കൊണ്ട് നടക്കുന്ന അല്ല, അതായത് സാറിനൊരു ഒരു പിൽ കിട്ടിയേക്കുന്നത്? എൻ്റെ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ സക്സസ് മന്ത്ര, ലൈഫ് ഈസ് സംതിങ് ഹാപ്പൻസ് ടു യു വൈൽ യു ആർ ബിസി പ്ലാനിങ് ഫോർ സംതിങ് എൽസ് എന്ന് പറഞ്ഞൊരു ലൈഫ് ഈസ് വാട്ട് ഹാപ്പൻസ് ടു യു വൈൽ യു ആർ ബിസി പ്ലാനിങ് സംതിങ് എൽസ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതം അങ്ങനെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പം എനിക്ക് ബോംബെ പോകണമെന്നുള്ള ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കേരളത്തിൽ വന്ന് വർക്ക് ചെയ്യാനായിരുന്നു പ്ലാൻ. അതിനുള്ള എല്ലാം പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് സംതിങ് ഹാപ്പൻഡ് ആൻഡ് ഐ വെന്റ് ടു ബോംബെ.
ആൻഡ് ദെൻ കുച്ചു കുച്ചുവത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്ലാൻ ചെയ്തുണ്ടായ കാര്യങ്ങളൊന്നുമല്ല. അത് ഞാൻ വേറൊരു പടം ചെയ്യുന്നു, അതിൻ്റെ റഷസ് നിഖിൽ അഡ്വാനി കരണ്ട് അസോസിയേറ്റ് വന്ന് കണ്ടു, അയാൾ കരണിനോട് സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇവരുമായിട്ടൊന്നും ഒരു പരിചയ ബന്ധമൊന്നുമില്ല. അപ്പം അന്ന് കരൺ വന്ന് ഇത് കണ്ട് ഈ റഷസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയും അന്ന് ഞാൻ കരൺ ജോഹറോട് ഞാൻ ചോദിച്ചു, നിങ്ങളും പുതിയ ആൾ ഞാനും പുതിയ ആൾ, ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമാറ്റോഗ്രാഫറെ വിളിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ശരിക്കും ചോദിച്ചാണ്. കാരണം എനിക്കപ്പോൾ എനിക്ക് ഒരു വലിയൊരു അവസരം കിട്ടിയെന്നുള്ളതിനെ കുറിച്ചുള്ള എക്സൈറ്റ്മെന്റ് ഒന്നല്ലായിരുന്നു. അത്രമാത്രം ഞാൻ ഒരു ഇതായിരുന്നു, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എൻ്റെ. അപ്പം ആള് പിന്നെ പറഞ്ഞ ആൾക്ക് കുറച്ച് പുതിയതായിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യണം, ഒത്തിരി സീനിയേഴ്സ് ആയിട്ടുള്ളവരുടെ വർക്ക് ചെയ്യുമ്പം ഐ വിൽ ബി ഓഫ് ഓഫ് ദം, ഐ വിൽ നോട്ട് ബി ഏബിൾ ടു മേ ബി കമ്മ്യൂണിക്കേറ്റ്, അവരുമായിട്ടുള്ള പേടിയൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. സർ പിന്നെ കരൺ സാറിന്റെ കൂടെ പിന്നെ അങ്ങനെ ഫിലിം, അവരുടെ ഒരു ഫിലിം ചെയ്തിട്ടുണ്ട് കാലെന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം. അതെ, അങ്ങനെ. പിന്നെ ഈ ഒരു ടൈമിലെങ്ങാനും വേറൊരു മൂവി നമുക്ക് പ്രതീക്ഷിക്കാമോ? അങ്ങനെയൊന്നുമില്ല, അതിപ്പോ നമ്മളൊരു സിനിമ ചെയ്യുന്ന പോകുന്നു ആ ഒരു രീതിയിലാണ്. ശരി, ഓൾറൈറ്റ്. ഇപ്പൊ സാറ് നമ്മുടെ കൃഷി പോലത്തെ ഒരു സൂപ്പർ ഹീറോ മൂവീസ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ റെഫറൻസസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇങ്ങനെ ആലോചിച്ച് വെക്കാറ്? മൂവികൾ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴും അതേ ജോണറിലൊക്കെ വന്നിട്ടുള്ള പല മൂവികളും നമ്മൾ കാണും. അതിനെക്കുറിച്ച് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പം ചില കാര്യങ്ങൾ അവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അങ്ങനെയുള്ള കാര്യങ്ങൾ അതേപോലെ കോപ്പി ചെയ്യുന്നുള്ളതല്ല, നമ്മൾ ആ ഒരു റെഫറൻസുകൾ പലപ്പോഴും ഇത് ചെയ്യാറുണ്ട് ചില സീനുകളൊക്കെ ചെയ്യുമ്പോൾ. ഓക്കെ. അപ്പൊ അങ്ങനെ റെഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇതുണ്ടായിരുന്നോ, സീൻ ഉണ്ടായിരുന്നോ? പല സീനുകളിലും ഉണ്ട്. അതിനകത്ത് പല റെഫറൻസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. അതായത് ചിലപ്പം കളേഴ്സിന്റെ റെഫറൻസ് ആയിരിക്കും, എല്ലാ റെഫറൻസ് പറഞ്ഞാൽ അതേപോലെ സീൻ ഷൂട്ട് ചെയ്യുന്നതല്ല. ചിലപ്പം അതിന്റെ ഒരു സെറ്റിങ് വെച്ചാൽ സെറ്റിന്റെ ഒരു റെഫറൻസ് ആയിരിക്കും, ചിലപ്പോൾ സെറ്റിലെ ചില കളേഴ്സ് ആയിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ എലമെന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പം നമുക്ക് അങ്ങനെ ഇങ്ങനെ പറയാനായിട്ട് പറഞ്ഞ് ഒത്തിരി റെഫറൻസുകൾ. ഇപ്പം കൊച്ചുചോത്തായിലെ കോളേജിൻ്റെ ഒരു കോറിഡോർ, ആ കോറിഡോർ അന്നത്തെ സമയത്തൊന്നും ഇങ്ങനെ ഈ റാക്സ് ഒക്കെയുള്ള കോറിഡോർ റാക്സുകൾ ഒരു ഇംഗ്ലീഷ് കൺസെപ്റ്റാണ്. അവരുടെ കോളേജുകളിൽ ഉണ്ട് ഇങ്ങനെയൊക്കെ റാക്സ്, അവിടെ കൊണ്ടുപോയി സ്ഥാനം വെക്കുന്നു, പിള്ളേരെടുക്കുന്നു, പോകുന്നു, അങ്ങനെയൊക്കെയുള്ള. അത് കറണ്ട് ഒരു റെഫറൻസ് ഏതോ ഇംഗ്ലീഷ് ഫിലിമിൽ നിന്ന് എടുത്തായിരുന്നു, ഏതാന്ന് ഞാൻ മറന്നുപോയി. അത് വളരെ പോപ്പുലറായിട്ടുള്ള ഫിലിമിനായിരുന്നു. അതപ്പോൾ ആർട്ട് ഡയറക്ടറോട് പറയുന്നു, അതനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ റെഫറൻസിങ്ങിൽ ചെയ്യാറുണ്ട്. ഓക്കെ. ഓവർ ദി ഇയേഴ്സ് മൂവീസിൽ വന്നിട്ടുള്ള സിനിമാറ്റോഗ്രാഫിയിലുള്ള ഡിഫറൻസസ് ഒക്കെ എങ്ങനെയാണ്? സിനിമാറ്റോഗ്രാഫിയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫിലിമിൽ നിന്നും ഡിജിറ്റലിലേക്ക് മാറിയെന്നുള്ള ഒരു ക്യാമറ വൈസ് ഉള്ളൊരു സിനിമാറ്റോഗ്രാഫിയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സിനിമ ഫിലിമിൽ നിന്നും ഡിജിറ്റലിലേക്ക് മാറി, അതൊരു മേജറായിട്ടുള്ളൊരു സംഭവം. അതുകൂടാതെ ലൈറ്റുകളിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. ലൈറ്റുകൾ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലൈറ്റുകൾ ഇന്നത്തെ നമ്മൾ DOP-മാരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്താണെന്ന് അറിയാൻ മേലാതില്ല, അതുകൊണ്ടൊന്നും അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ മേലാതായിപ്പോ. അതുകൊണ്ട് എങ്ങനെ ഇത് ഇത്രയും മനോഹരമായ സിനിമകൾ ഷൂട്ട് ചെയ്തെടുത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അതുപോലുള്ള ലൈറ്റുകളായിരുന്നു അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ലൈറ്റിംഗ് ഒക്കെ വളരെ സോഫിസ്റ്റിക്കേറ്റഡും സിമ്പിളും ആയിട്ട് മാറി. എൻ്റെ ഒരു ഗ്രാഫർ ഒരാൾ എന്നോട് കഴിഞ്ഞ ഒരു ഷൂട്ടിങ്ങിനിടയ്ക്ക് എന്നോട് പറഞ്ഞ്, കഴിഞ്ഞ ഒരു 10-15 വർഷം മുന്നേ ഒരിക്കൽ ഞാൻ ഒരു ക്യാമറയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ലൈറ്റുകൾക്കൊക്കെ കേബിളൊന്നും ഇല്ലായിരുന്നു, എത്ര നല്ലതായിരുന്നു. കേബിൾ ഇല്ലാത്ത ലൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, എത്ര നല്ലതായിരുന്നു. കാരണം ഈ നമ്മൾ ലൈറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഫീൽഡിനകത്ത് കുറേ കേബിൾസ് കാണും, അതൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു തലവേദനയാണ്. അതിങ്ങനെ സ്ഥിരം എല്ലാ ഷോട്ടിനും ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കാൻ. ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് ലൈറ്റുകൾക്ക് കേബിൾ ഇല്ലാത്തൊരു കാലം വന്നിരുന്നത് എത്ര അല്ലായിരുന്നു. അപ്പൊ അവൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ പറയണത് ഇപ്പം കേബിളില്ലാത്ത ലൈറ്റുകൾ എത്രയോ വന്നിരിക്കുന്നു അല്ലേ. ഈ ആസ്ട്രാ ട്യൂബ്സ്, അതായത് LED ലൈറ്റുകൾ, എത്രയോ കേബിളില്ലാത്ത ലൈറ്റുകൾ വന്നിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു വലിയ സംഭവം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ഈ കാറിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ ലൈറ്റപ്പ് ചെയ്യാനായിട്ട് വളരെ പാടായിരുന്നു. പണ്ട് നമ്മൾ സാധാരണ ബൾബ് അതൊരു പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെക്കുകയൊക്കെ ആയിരുന്നു. അത് ഈ വലിയ ബൾബല്ലേ, അതിന് ചൂടാകും, പല പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ എത്ര നല്ല വളരെ കനം കുറഞ്ഞ അല്ലാദ്യം പോലെ നല്ല ട്യൂബ്സ് പോലെയൊക്കെയുള്ള ലൈറ്റ്സുകൾ, സോഫ്റ്റ് ആയിട്ട് ലൈറ്റ്, പിന്നെ ഒരേ ലൈറ്റിൽ തന്നെ 3 കളർ നമുക്ക് കിട്ടുന്നു. മറ്റേത് നമ്മളിത് ജെല്ല് ഇടുക, അത് ഇത് കുറേ കാര്യങ്ങൾ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് ലൈറ്റിങ്ങിൽ. ഫ്രെയിമിങ്ങിലൊക്കെ ആണെങ്കിലോ? ഫ്രെയിമിങ്ങിൽ മാറ്റം തന്നെ അതൊരു പേഴ്സണൽ ഒരു ടേസ്റ്റ് പോലെയാണ് ആൾക്കാർ ചെയ്യുന്നത്. നമ്മുടെ സിനിമയുടെയൊക്കെ ആവശ്യം പോലെ. ഇപ്പം നമ്മൾ റൊമാൻറ്റിക് ഫിലിം ചെയ്യുമ്പോഴും ഒരു ത്രില്ലർ ഫിലിം ചെയ്യുമ്പോഴും ഒക്കെ ഒരു വ്യത്യസ്തമായിരിക്കും. ഓക്കെ. ഇപ്പം ഓവർ ദി ഇയേഴ്സ് ഡ്രാമയെല്ലാം കുറഞ്ഞ് ഒരുപാട് റിയലിസ്റ്റിക് ആയി തുടങ്ങിയിട്ടുണ്ടല്ലേ മൂവീസ്. സാറിന് ഇപ്പൊ ഏതാണ് പ്രിഫറൻസ്, അല്ലെങ്കിൽ വാട്ട് ഡു യു തിങ്ക്? പണ്ട് തൊട്ടേ ഒരു റിയലിസ്റ്റിക്കിന്റെ ആളായിരുന്നു, എനിക്ക് ഡ്രാമ ഇഷ്ടമല്ല. ഓക്കെ.
ഏതൊരു മൂവിയാണ് ഇപ്പൊ പഴയ കാലത്തൊക്കെ തോന്നിയിട്ടുള്ളത്? ഒത്തിരി മൂവികളുണ്ട്. നമ്മൾ ഇപ്പം അന്നൊക്കെ നമ്മൾ മലയാളം മൂവിയിൽ തന്നെ നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ കുറേ മൂവികളുണ്ടല്ലോ. നമ്മൾ ആദ്യകാലത്തുള്ള നമ്മൾ എന്താ പറയുന്നത്, പറഞ്ഞു കഴിഞ്ഞാൽ പഴയ എം ടി വാസുദേവൻ നായരുടെ സ്ക്രിപ്റ്റുകൾ തൊട്ട് തുടങ്ങിയിട്ടുള്ള കുറേ സിനിമകളുണ്ട്. അപ്പം അങ്ങനെ ഒരു റിയലിസ്റ്റിക് സിനിമയിലായിരുന്നല്ലോ മലയാളം പണ്ട് തൊട്ടേ. കുറച്ചുകൂടെ റിയൽ ആയിരുന്നു. നമ്മളിപ്പം കമ്പയർ ടു അതർ ലാംഗ്വേജസ് മലയാള സിനിമ എപ്പോഴും കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിരുന്നു. അങ്ങനെയുള്ളൊരു റിയലിസ്റ്റിക് സ്വഭാവം തന്നെയാണ് എനിക്കും താല്പര്യം കൂടുതൽ. എന്നാൽ ഡ്രാമ ഉള്ള സിനിമകളും ഉണ്ട്, ഡ്രാമാറ്റിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം ആവേശം എന്ന് പറഞ്ഞിട്ട് സിനിമാറ്റിക്കായിട്ട് വന്നു. അത് ഒട്ടും റിയലിസ്റ്റിക് അല്ല, വളരെ ഇതായിട്ട് അൺറിയൽ ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു സിനിമയാണ്. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഓഡിയൻസിന് പല കാര്യങ്ങളും ഇഷ്ടമാണ്. അപ്പം അത് നമ്മൾ ഓഡിയൻസ് ടേസ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും. ആവേശത്തിൽ സാറിന് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എനിക്കങ്ങനെ പറയാനൊന്നും പറ്റില്ല. ഞാൻ പൊതുവെ സിനിമ നമ്മൾ എൻജോയബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫഹദ് ഫാസിലിന്റെ പെർഫോമൻസ് ആയിരുന്നു അതിനകത്ത് ഏറ്റവും വലിയൊരു ഘടകം. അതെ അതെ അതെ. ഓക്കെ, ശരി. അപ്പം എന്താ പറയുക, സോറി. സോ ഞാനപ്പം നമുക്ക് ഒരു സെഗ്മെന്റിലേക്ക് പോകുന്നതിന് മുന്നേ ഐ ആസ്ക് യു ദ വൺ ഫൈനൽ ക്വസ്റ്റ്യൻ. സോ what do you hope to leave behind? Like what legacy do you want to leave behind in the world of cinematography? അങ്ങനെയൊക്കെ വലിയൊരു ചോദ്യമാണത്. അങ്ങനെ ഒരു ലെഗസി ഒന്നുമില്ല. നമ്മൾ മനുഷ്യൻ്റെ ജീവിതം, നമ്മൾ ഭൂമിയിലേക്ക് വന്നു, നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള അവസരം ഉണ്ടായി. അത് നന്നായിട്ട് ചെയ്തിട്ട് പോവുക. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടവർ ചെയ്യും, വേണ്ടാത്തവർ ചെയ്യില്ല. നമുക്കങ്ങനെ ഒരു പ്ലാനൊന്നുമില്ല. ഓൾറൈറ്റ്, ശരി. അപ്പം നമുക്കൊരു ചെറിയ സെഗ്മെന്റിലേക്ക് പോവാം. ഈ ഒരു സെഗ്മെന്റിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ചില സിനിമാറ്റോഗ്രാഫേഴ്സ് ഉണ്ട്. അവരുടെ മൂവീസിൽ സാറിന് എന്താണ് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ശരി. നമുക്ക് അവരുടെ മൂവീസ് മെയിൻ ആയിട്ട് വേറെ ഏതാണെന്നുള്ളത് ഞാൻ നോക്കി പറഞ്ഞുതരാം സാറിന്. ഓൾറൈറ്റ്. സോ ഫസ്റ്റ് വൺ, സന്തോഷ് ശിവൻ. സന്തോഷ് ശിവൻ സാറിൻ്റെ മൂവികൾ നമ്മൾ ആദ്യകാലം തൊട്ട് സിനിമ പുനെയിൽ പോകുന്നതിന് മുമ്പ് തന്നെ വളരെ ആവേശത്തോടുകൂടി കാണാറുള്ളതായിരുന്നു. അന്ന് അതൊക്കെ ആയിട്ട് നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞ പെരുന്തച്ചൻ, ഇത് ഇരുവർ, അങ്ങനെയുള്ള ചില പർട്ടിക്കുലർ മൂവികളും ഓവറോൾ ആളുടെ മിക്കവാറും എല്ലാ മൂവികളും നമുക്കൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മൂവികളായിരുന്നു. അതിൽ സാറിന് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള പറയാൻ പറ്റില്ല. ഓരോ മൂവിക്ക് അതിന്റെ കഥയുടെ അനുസരിച്ചിട്ട് വളരെ നന്നായിട്ട് വരാം. ഇപ്പൊ ഇരുവരാണോ ബെസ്റ്റ്, പെരുന്തച്ചനാണോ എന്ന് ചോദിച്ചാൽ ഇത് രണ്ട് കാലഘട്ടത്തിൽ രണ്ട് കഥകളാണ്. അത് രണ്ടും അതിന്റെ സമയത്ത് ബെസ്റ്റ് തന്നെയായിരുന്നു. ശരി. മധു നീലകണ്ഠൻ. മധുവിന്റെ അവസാനം ഞാൻ കണ്ട വർക്ക് ഇതാണ്, നമ്മുടെ ലാൽ സാറിന്റെ ഫിലിം. എന്തായിരുന്നു? വാലിബൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കായിരുന്നു. വളരെ എന്താ പറയുന്നത്, വളരെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ വളരെ ഒരു പോയട്രി പോലെയുള്ള ഒരു അനുഭവമായിരുന്നു. ഓക്കെ. അപ്പം LGPയുടെ മൂവിയാണ്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫ്രെയിം ഭയങ്കര കാച്ചി ആയിട്ട് വാലിബനിൽ തന്നെ? അങ്ങനെ നമ്മളൊരു ഫ്രെയിം എന്ന് പറഞ്ഞ ഓർത്തിരിക്കുന്നില്ല. ശരി. ഗിരീഷ് ഗംഗാധരൻ. ഗിരീഷ് ഗംഗാധരന്റെ മറ്റേ ലിജോ ജോസിന്റെ പടം എന്തായിരുന്നു? ജല്ലിക്കെട്ടിന്റെ ഓവറോൾ അതിന്റെ ആ ഒരു ക്യാമറയുടെ ഒരു എനർജി, അതൊക്കെ വളരെ നന്നായിരുന്നു. അതെല്ലാം ഇഷ്ടപ്പെട്ടത്. ശരി. ജോമോൻ ടി. ജോൺ. ജോമോന്റെ അടുത്ത കാലത്ത് ഞാൻ ഏതാ പടങ്ങൾ വന്നത്? ജോമോൻ ഒരു തമിഴ് പടം ചെയ്തിരുന്നു, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അതെ, ഈ ജോമോന്റെ ചാർലി എന്ന് പറഞ്ഞ ഫിലിം, അതിന് വളരെ നന്നായിരുന്നു അതിനകത്ത് സിനിമാറ്റോഗ്രാഫി. ഓക്കെ. അമൽ നീരദിന്റെ വർക്കുകൾ, ട്രാൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം വളരെ ഒരു സിനിമാറ്റോഗ്രാഫിയും ആക്ടിങ്ങും അതിൻ്റെ ആ ഒരു തീമും എല്ലാം കൂടെ കൂടി ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുള്ള വളരെ നല്ല ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള വർക്കായിരുന്നു. ഭയങ്കര കണ്ണിന് അങ്ങനെ എന്ന് തോന്നിയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ട്രാൻസ്. സമീർ താഹിറിന്റെ ഫിലിമിലെ ബാംഗ്ലൂർ ഡേയ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വർക്കായിരുന്നു, നല്ല നന്നായിരുന്നു. പിന്നെ കെ.വി. ആനന്ദിന്റെ ആദ്യ വർക്കുകൾ തൊട്ട്, പ്രിയദർശന്റെ ആ സിനിമ തൊട്ട് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല വർക്കായിരുന്നു. ശരി. പിന്നെയുള്ളത് സുജിത് വാസുദേവൻ. സുജിത് വാസുദേവന്റെ ലൂസിഫറിലെ വർക്ക് വളരെ നന്നായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ എസ്രയോ
രസമല്ലേ? ഓൾ റൈറ്റ്, ശരി. അപ്പം ഈ ഒരു സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി എനിക്ക് സാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാറ് ചെയ്ത നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് തന്നെ ഒരു 5-6 വർക്ക്സിന്റെ പേര് ഞാൻ പറയും. അപ്പം അതിൽ റിവീൽഡ് അൺറിവീൽഡ്, നമ്മൾക്ക് ആർക്കും ആ മൂവിയിൽ നമുക്ക് അറിയാതെ പോയ ഒരുപാട് ന്യൂസസ് ഒക്കെ ഉണ്ടാവുമല്ലോ. സർ ഒരു പക്ഷെ അവിടെ നടന്ന എന്തെങ്കിലും ഇൻസിഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും ഓർമ്മ വരുന്നത് സാർ പറഞ്ഞാൽ മതി. ലെറ്റ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ദേവദൂതൻ. അതിനകത്ത് എന്താണ് പറയാൻ എന്തെങ്കിലും അൺറിവീൽഡ് ആയിട്ടുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റോ? ഇവൻ നമ്മുടെ അതിൽ രേഖ മാം ആണ് വരാൻ പോയത് എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് അവിടെ നടന്ന എന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ള ഒരു സാറിന് ഓർമ്മ വരുന്ന രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഈ അടുത്ത് ഷെയർ ചെയ്തെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഒരു ദിവസം ഏർലി മോർണിംഗ് ഷൂട്ട് ചെയ്യാനായിട്ട്, അതിൻ്റെ പിയാനോ ഒരു ബീച്ചിൽ വെച്ച് പാടുന്ന ഒരു രംഗമുണ്ട്. അത് ഷൂട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഏർലി മോർണിംഗ് ഷൂട്ടാണല്ലോ. അപ്പം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഷൂട്ട് തുടങ്ങണം, 6:30, 6:07 ആകുമ്പോൾ. അപ്പം ഞാനും സിവിസാറും കൂടെ വണ്ടിയിൽ കയറി. ഞങ്ങൾ ആദ്യം തന്നെ യൂണിറ്റ് ഇല്ലതിന് മുമ്പ് ഞങ്ങളവിടെ ചെന്നു ലൊക്കേഷനിൽ. ഞങ്ങൾ ചെല്ലുമ്പോഴേ അവിടെ ഇരുട്ടത്ത് ഒരാളിങ്ങനെ നിൽക്കുന്നു വണ്ടിയിൽ ചാരി. ഞങ്ങൾ നോക്കുമ്പോഴേ ലാൽ സാറാണ്. യൂണിറ്റും ഡയറക്ടറും DOP ഒക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ആളവിടെ ആ ഒരു ഡെഡിക്കേഷനും ആ ഒരു എന്താ പറയുന്നത്, സിനിമയോടുള്ള ആ സമയത്തിൻ്റെയൊക്കെ ഒരു വാല്യൂ ഒക്കെ മനസ്സിലാക്കി അങ്ങനെയൊക്കെ ചെയ്യുന്ന അത്രയും വലിയൊരു ആർട്ടിസ്റ്റ്. അങ്ങനെ അതൊരു വലിയ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതെ അല്ലേ? ഓക്കെ, ശരി. അതുപോലെ ആ മൂവിയിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കുറെ കാര്യങ്ങളുണ്ടാകും. നമ്മളെല്ലാം എനിക്ക് ഒന്നാമത് സമയവും കഴിഞ്ഞു സാർ, കഴിഞ്ഞു. പ്രണയവർണ്ണങ്ങൾ. പ്രണയവർണ്ണങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ട് മഞ്ജു വാര്യരുടെ കൂടെ വർക്ക് ചെയ്യാണ്. അപ്പം മഞ്ജു വാര്യർ അന്ന് കുറച്ച് ന്യൂ ആയിട്ട് വന്ന ആക്ടാണ്. ഞാൻ ബോംബെയിലും പുനെയിലൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്ക് അത്ര അറിയില്ല. അപ്പം നമ്മൾ മഞ്ജു വാര്യർ എന്ന് കേട്ടപ്പോൾ നമ്മൾ നോക്കി. സാധാരണ ഒരു ഓർഡിനറി ലുക്കിംഗ് കുട്ടിയായിരുന്നു അന്ന്. പക്ഷേ അപ്പം ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത സമയത്ത് ഒരിക്കലും ഞാനൊരു സൂം ലെൻസൊക്കെ ഇട്ട് എൻ്റെ ഒരു എടുക്കുകയാണ് ക്ലോസപ്പ്. അപ്പോൾ എനിക്ക് അത്ര നല്ല ആക്ടറാണെന്നൊന്നും ഉള്ള അറിവ് അന്നില്ല. അപ്പം ഞാനൊരു ക്ലോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആളുടെ ഒരു വളരെ സെറ്റിലായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ ആ സൂം ലെൻസിനകത്തൂടെ ഇത് കാണുമ്പോൾ നമ്മൾ ഗൂസ് ബംസ് ഉണ്ടായെന്നൊക്കെ പറയും അതുപോലെ. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണല്ലോ ഇത് എന്നുള്ളൊരു റിവലേഷൻ അന്ന് എൻ്റെ മനസ്സിലുണ്ടായി. ഞാനിത് ആരോടും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു വിചാരിച്ചതിലും ഒത്തിരി എബവ് ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ട്രസ്സായിട്ട് മഞ്ജു തോന്നിയായിരുന്നല്ലേ? ഓൾറൈറ്റ്. റൗഡി റാത്തോഡ്. റൗഡി റാത്തോഡ് അതിനെക്കുറിച്ച് എന്താ പറയണ്ടേ? എന്തെങ്കിലും ഒരു incident or something that we don't know, we observers or audience don't know. റൗഡി റാത്തോഡ്. ഇതൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരത്തെ അയച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഓർത്ത് വയ്ക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പാടാണ്. എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഷൂട്ടിന്റെ ഇടയിലോ? അക്ഷയ് കുമാർ സാറിന്റെ അത് സോങ്ങുകളൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യപ്പോഴേ ഹംപി അറിയാമല്ലോ, ഹംപിയിലെ ഹെറിറ്റേജ് ഇതിലായിരുന്നു. അപ്പം അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പെർമിഷൻ്റെ ഒക്കെ വലിയ ഇഷ്യൂസ് ഉണ്ടാകാറുണ്ടായിരുന്നു. അപ്പം പലപ്പോഴും പെർമിഷൻ ഇഷ്യൂ ഉണ്ടാകാതെ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാതെ പോകേണ്ടതൊക്കെ വന്നിട്ടുണ്ട് പല പ്രാവശ്യം. അപ്പോൾ അവസാനം ഈവനിങ് ആയപ്പോഴത്തേന് അക്ഷയകുമാർ പ്രൊഡ്യൂസറോട് ചോദിച്ചു, ഇനിയും ഹോട്ടലിലേക്കാണ് പോകുന്നത്, അവിടെ പെർമിഷൻ ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ ഉറക്കാരെങ്കിലും എനിക്ക് പെർമിഷൻ വേണമെന്നുള്ള രീതിയിൽ. ശരി, കുച്ച് കുച്ച് ഹോത്താ ഹൈ. അതെ, ഒരു ഇങ്ങനെ അൺറിവീലിംഗ് ആയിട്ടുള്ള ഇൻസിഡൻറ്റോ? അതിനകത്തൊരു രസകരമായിട്ടുള്ള തമാശയാണ്. ഞാനിങ്ങനെ ഒരു ട്രോളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു ഷോട്ട് സെറ്റ് ചെയ്തുകൊണ്ട് ക്യാമറയ്ക്കകത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പുറത്ത് ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് വന്ന് തട്ടിയിട്ട് ഒരാൾ പോയി. ഞാൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ് നടന്നു പോകുന്നത്. ഇതാണ് ഇത് ചോദിച്ചിട്ട് നമ്മളൊരു സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് ആരോപണമായിട്ട് അങ്ങനെ ഇടപെടാറില്ല, ഇൻട്രാക്ട് ചെയ്യുന്നില്ലല്ലോ. അത് ഈ പെൺകുട്ടി ആരെ തട്ടിയിട്ട് പോകുന്ന നോക്കിയപ്പോഴത്തേന് ഞാൻ നോക്കിയപ്പോൾ അത് റാണി മുഖർജിയായിരുന്നു. അതുപോലെ തന്നെ അതിലെ വേറൊരു ഇൻസിഡൻറ്റ്, ജോണി ലിവർ ഉണ്ടായിരുന്നല്ലോ. ജോണി ലിവർ ഭയങ്കര ഇമിറ്റേഷൻ്റെ ആളാണ്. അപ്പം ജോണി ലിവർ എന്നെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുക, ഞാൻ ക്യാമറയിൽ ഇരിക്കുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഭയങ്കര കോമഡിയായിരുന്നു.